പശ്ചിമബംഗാളിലെ മുർഷിദാബാദിലും മാൾഡയിലും തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ അക്രമത്തിനിരയായ ഹിന്ദു കുടുംബങ്ങളെ ഇന്ന് ഗവർണർ സി.വി. ആനന്ദ് ബോസ് സന്ദർശിക്കും. പ്രധാനമന്ത്രിയുടെ ഓഫീസും ആഭ്യന്തര മന്ത്രാലയവുമായി ചർച്ച ചെയ്ത ശേഷമാണ് ഗവർണറുടെ സന്ദർശനം. ഇന്നലെ കേന്ദ്രമന്ത്രിയും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനുമായ സുകാന്ത മജുംദാറിനൊപ്പം ഇരകൾ രാജ്ഭവനിലെത്തി ഗവർണറെ കണ്ടിരുന്നു. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ഇപ്പോൾ ചേരുന്നു. നന്ദഗോപൻ പറയൂ. കൃഷ്ണജ്, ഈ വഖഫ് ഭേദഗതി ബിൽ പാർലമെൻറ്റ് പാസ്സാക്കിയതിന് പിന്നാലെ കഴിഞ്ഞ 11-ാം തീയതി ഈ വെള്ളിയാഴ്ച ഉച്ച നമസ്കാരം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ചേർന്ന ഈ മുർഷിദാബാദ് പ്രദേശത്ത് വലിയ കലാപമായിരുന്നു. സമാനതകളില്ലാത്ത അക്രമങ്ങളായിരുന്നു നടന്നിരുന്നത്. 3 പേരുടെ മരണത്തിലത് കലാശിച്ചു. നിരവധി ഹിന്ദു ഭവനങ്ങൾ അഗ്നിക്കിരയായി, വാഹനങ്ങൾ അതേപോലെ തന്നെ സ്ഥാപനങ്ങളൊക്കെ തന്നെ അഗ്നിക്കിരയാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നിരവധി സ്ഥാപനങ്ങൾ അവിടെ നിന്നും പൂർണ്ണമായും പൊളിച്ചു മാറ്റുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ സമാനതകളില്ലാത്ത അക്രമമായിരുന്നു ഈ മുർഷിദാബാദിൽ നടന്നത്. ആ പ്രദേശത്ത് ഇപ്പോഴും ജനജീവിതം സാധാരണഗതിയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി പശ്ചിമ ബംഗാൾ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അതേസമയം ഇപ്പോൾ നിലവിൽ അവിടെ BSFിൻ്റെയും അതേപോലെ തന്നെ CRPFിൻ്റെയും RAFിൻ്റെയും ഒക്കെ തന്നെ ഭടന്മാരുടെ ഒരു സംരക്ഷണയിലാണ് ഈ മേഖല കടന്നു പോകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ദിവസം BJPയുടെ സുകേന്ദു മജുംദാറിൻ്റെ നേതൃത്വത്തിൽ ഈ ഇരകളിൽ ചിലർ രാജ്ഭവനിലെത്തി പശ്ചിമ ബംഗാൾ ഗവർണർ C.V. ആനന്ദ് ബോസിനെ കണ്ടിരുന്നു. അതിനുശേഷം അദ്ദേഹം ഡൽഹിയിലെത്തി ആഭ്യന്തര മന്ത്രാലയവുമായും അതേപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസുമായും നിലവിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് വിശദമായ ചർച്ച നടത്തി. ഒരുപക്ഷെ കേന്ദ്രത്തിൻ്റെ നിർദ്ദേശം കൂടി പരിഗണിച്ചാകും ഇന്നിപ്പോൾ അദ്ദേഹം ഈ പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിൽ കലാപബാധിത മേഖലകൾ സന്ദർശിക്കുവാൻ ഒരുങ്ങുന്നത്. ലഭ്യമായ വിവരങ്ങളനുസരിച്ച് മാൾഡയിലും അദ്ദേഹം സന്ദർശനം നടത്തുമെന്നുള്ളതാണ്. മാൾഡയിൽ നേരത്തെ സമാനമായ രീതിയിൽ വലിയ കലാപമുണ്ടായ പ്രദേശമായിരുന്നു. ഏതാണ്ട് 1 മാസം മുമ്പ് ഇത്തരം സംഭവം ഉണ്ടായത്, അല്ലെങ്കിൽ ഈ സമാനമായ കലാപമുണ്ടായത് മാൾഡയിലായിരുന്നു. അവിടെയും ഹിന്ദു ഭവനങ്ങൾ അതേപോലെ തന്നെ ഹിന്ദുക്കളുടെ കച്ചവട സ്ഥാപനങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ ആക്രമിക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ 2 മേഖലകളിലും ഇന്ന് അദ്ദേഹം സന്ദർശിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇരകൾക്ക് നീതി വേണമെന്ന് ഇന്നലെ അദ്ദേഹം വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് നിലവിലെ സ്ഥിതിഗതികൾ അവിടുത്തെ ജില്ലാ ഭരണകൂടവുമായും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായും വിലയിരുത്തുമെന്നുള്ളതും അദ്ദേഹം വ്യക്തമാക്കി. അതേപോലെ തന്നെ ഇരകൾക്ക് അവിടെ സ്ഥിരമായി BSFിൻ്റെ ഒരു ക്യാമ്പ് വേണമെന്നുള്ളത് ഈ പ്രദേശവാസികൾ സ്ഥിരമായി ആരോപിക്കുന്നു. അവിടെ സ്ഥിരമായി ആവശ്യപ്പെടുന്നു. അവിടെ നിരന്തരം ഇത്തരം കലാപങ്ങൾ ഉണ്ടാകുന്ന പ്രദേശമാണ്. അതിനാൽ തന്നെ ഒരു കേന്ദ്ര സേനയുടെ, പ്രത്യേകിച്ച് BSFിൻ്റെ ഒരു സ്ഥിരം ക്യാമ്പ് ഈ മേഖലയിൽ വേണമെന്നുള്ള ആവശ്യം ഇതിനോടകം തന്നെ കേന്ദ്ര സർക്കാരിന് മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇന്നലെ C.V. ആനന്ദ് ബോസിന് മുന്നിലും സമാനമായ ആവശ്യം ഈ ഇരകൾ ഉന്നയിച്ചിരുന്നു. ഈ ആവശ്യവും അദ്ദേഹം ഡൽഹിയിലെത്തിയപ്പോൾ കേന്ദ്ര സർക്കാരുമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്ന് അദ്ദേഹം നേരിട്ട് ഈ സ്ഥലത്തേക്ക്, ഈ കലാപബാധിത പ്രദേശങ്ങളിലേക്ക് എത്തി ഇരകളെയും അവരുടെ കുടുംബങ്ങളെയും ഒക്കെ തന്നെ സന്ദർശിക്കുകയാണ്. അതിനുശേഷം ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും മുർഷിദാബാദ് സന്ദർശിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. കൃഷ്ണ, പശ്ചിമ ബംഗാൾ ഗവർണർ മുർഷിദാബാദിലേക്ക് വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് നന്ദഗോപൻ.